അതെ, ആരോ വന്നു എന്നുള്ളത് ഉറപ്പാ. ഞാൻ ദൂരെ നിന്ന് കണ്ടതാന്നേ. ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു. വാ. ദ്രൗപതിയമ്മേ, ഇതാണ് എന്റെ ഭാര്യ. പേര് ഹേമാന്നാ. അതെന്റെ മോൾ അശ്വതി. ഇത് മരുമോൻ. ഞാൻ പൊളിറ്റിക്സിലാ. വരുന്ന തെരഞ്ഞെടുപ്പില് ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആകുമെന്ന് ഏകദേശം ഉറപ്പാ. അല്ല, ഇവർ പൂജാസ്ഥലത്തേക്ക് വന്നപ്പോഴല്ലേ വെളിച്ചപ്പാട് ഇറക്കി വിട്ടത്? ഗോവിന്ദൻ എന്നോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എല്ലാം നല്ലതിനായിരുന്നു കരുതിയാ മതി മോളെ. അല്ല ബാലേന്ദ്ര, നിനക്ക് ഈ മോള് മാത്രമേ ഉള്ളൂ? അല്ല ദ്രൗപതിയമ്മ, 2 ആൺമക്കളും ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ഓ, ദേ, ഇവനാണ് മൂത്തവൻ, അരവിന്ദൻ. ഇത് ശ്രേയ, ഇവന്റെ ഭാര്യ. വെറുതെ കയറി എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കണ്ട. PWD ചീഫ് എഞ്ചിനീയറാ. ഓ, ആ വാമനെ, ദേ, ഇവനാണ് എന്റെ അടുത്ത പുത്രൻ, പേര് ആകാശ്. ഇവനും ശ്രേയമോളുടെ ഓഫീസിൽ തന്നെയാ ജോലി ചെയ്യുന്നത്, സബ് എഞ്ചിനീയറാ. ഇവനും മാരീഡാണ്. ഇവന്റെ ഭാര്യ എന്റെ പെങ്ങളുടെ മോളാ. അവളുടെ പേര് ചാരുന്നാ. അവളിങ്ങ് എത്തിയില്ല അശ്വതി? ഇല്ല. വാ മോളെ. ആ ദ്രൗപതിയമ്മേ, പരമേശ്വര, ദേ, ഇതാണ് എന്റെ ഇളയ സന്തതി. പഠിക്കുന്നതേ ഉള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ല കേട്ടോ. അനുന്നാ ഞങ്ങളെ വിളിക്കുന്നത്. ബാലചന്ദ്രൻ സ്വന്തം കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തി. പക്ഷേ ഇവരുടെയൊക്കെ മുഖത്ത് ഞങ്ങൾ ആരാന്നുള്ള സംശയം വ്യക്തമായിട്ട് കാണാം. ഹേമയ്ക്ക് ദ്രൗപതി എന്നും പരമേശ്വരൻ എന്ന പേര് കേട്ടാൽ തന്നെ ആളെ മനസ്സിലാവും, അല്ലേ ഹേമേ? മക്കൾക്കൊക്കെ ഈ പേരറിയാം. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ദേ, ഇതാണ് എന്റെ കളിക്കൂട്ടുകാരൻ പരമേശ്വരൻ. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കാണുക. ഇത് ദ്രൗപതി അമ്മ, എന്റെ വളർത്തമ്മയാ, പരമേശ്വരന്റെ അമ്മ. ഇത് പരമേശ്വരന്റെ ഭാര്യ ശ്യാമള. അത് മകള്. എന്താ മോളെ പേര് പറഞ്ഞത്? അഞ്ജന. ആ, അഞ്ജന. എന്റെ പേര് കിരൺ. എന്റെ അമ്മാവനാണ് ഈ നിൽക്കുന്നത്. അതായത് അഞ്ജനയുടെ മുറച്ചെറുക്കൻ. ആന്റി, എനിക്ക് പോവാൻ സമയം, ഞാൻ ഇറങ്ങാം. അച്ഛാ,
നിങ്ങൾ സംസാരിച്ചിരിക്കെ. വേറൊന്നും തോന്നരുത്, ഓഫീസിൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ. ഓ മുത്തശ്ശി, അങ്കിളെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെന്താ, ഞങ്ങള് വന്നെന്നും പറഞ്ഞ് ജോലിയൊന്നും മുടക്കണ്ട. ചെല്ല്. ശരി അങ്കിളെ. പോയിട്ട് വാ. ശരി ശരി.